ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ന്യൂ ഇയർ സ്പെഷ്യൽ ബ്രെഡ് നട്ടി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈസിയും ടേസ്റ്റിയും ആയിട്ട് ഈ ബ്രെഡ് നട്ടി പുഡിങ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കുന്നതിന് മുൻപേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. ഇതിനു മുൻപും ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിൽ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് തരാം. അപ്പോൾ നമുക്ക് ഈ ബ്രെഡ് നട്ടി പുഡിങ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ 2.5 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതൊരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കണം. ഇതിൽ ഞാൻ ജലാറ്റിനോ ചൈനാഗ്രാസോ ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ജലാറ്റിനും അതിനൊക്കെ പകരമായിട്ട് തന്നെ ഇനി അത് നല്ല കലക്കി അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം 3/4 ലിറ്റർ പാല് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കൂടെ തന്നെ നമ്മൾ ഈ കലക്കി വെച്ച കൊക്കോ പൗഡറും കോൺഫ്ലോറും കസ്റ്റർഡ് പൗഡറൊക്കെ മിക്സില്ലേ അതുകൂടെ ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈവെക്കാതെ ഇളക്കി കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. കാരണം മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതുപോലെ ഇങ്ങനെ കുറുകി വരുന്ന സമയം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കുറച്ചൊന്ന് കട്ട പോലെ ആയ കുഴപ്പമൊന്നുമില്ല. ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. ഇനി ഇരിക്കുന്തോറും ഇതൊന്ന് കുറുകി വരും കേട്ടോ. ഇനി നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡിന് പകരമായിട്ട് വേണമെങ്കിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല കട്ടിക്ക് കലക്കിയെടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ കണ്ടോ ഇതൊന്ന് കുറുകി വരുന്നുണ്ട്. തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബ്രെഡ് പീസസ് എടുക്കണം. ഞാനിപ്പോൾ എൻ്റെ ട്രേക്ക് കണക്കായിട്ടുള്ള കുറച്ച് ബ്രെഡ് പീസസ് എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ട്രേക്ക് കണക്കായിട്ടുള്ള ബ്രെഡ് പീസസ് എടുക്കുക. ഇനി ഇതിൻ്റെ ഈ ബ്രൗൺ പാർട്ട് ഉണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഇപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ട്രേക്ക് കണക്കാക്കിയിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇത് മുഴുവനായിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്ന ഈ ബ്രൗൺ പാർട്ടും അതുപോലെ നമ്മൾ ട്രേയിൽ വെക്കുമ്പോൾ കട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ കളയാതെ വെച്ചാൽ നമുക്ക് നല്ലൊരു ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇനി 1/4 കപ്പ് ബദാം എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. കൂടെ തന്നെ ഞാൻ കാഷ്യൂ നട്ട്സും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ബദാം ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം 1/4 കപ്പ് തന്നെ കാഷ്യൂ നട്ട്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ കാഷ്യൂ നട്ട്സും ബദാം നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ നിലക്കടലുണ്ടല്ലോ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അത് 2 പിളപ്പാക്കി എടുത്താൽ മതി. നട്ട്സ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ എടുക്കുന്ന ട്രേ ഏതാണോ അതിലേക്ക് നമ്മുടെ ബ്രെഡിൻ്റെ പീസസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് വെക്കുന്ന സമയത്ത് നോക്കിയിട്ട് കട്ട് ചെയ്യണം. അതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് 2 ലെയറാക്കി ഞാൻ ബ്രെഡ് വെച്ച് കൊടുക്കുന്നത്. ആദ്യം ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചതിന് ശേഷമാണ് അടുത്ത ലെയർ ബ്രെഡ് വെക്കുള്ളൂ. ഇനി നമുക്ക് ഒരു പാനിലോട്ട് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മെൽട്ടായി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. പഞ്ചസാര കാരമൽ ചെയ്യാൻ വെക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണേ കാരമൽ ചെയ്തെടുക്കാൻ. ഇപ്പോൾ കണ്ടോ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി, ഒറ്റനൂൽ പരുവൊന്നും ആവണ്ട, എന്നാൽ കുറച്ചൊന്ന് ക്രീമി ആയിട്ട് ഇരിക്കുകയും വേണം. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം, സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതൊന്ന് കട്ട പോലെ ഉണ്ടാവും. അത് പക്ഷേ അതങ്ങ് മെൽട്ടായിക്കോളും കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് അതൊന്ന് മെൽട്ടാക്കി എടുക്കുക. ആ കട്ട കെട്ടിയതുപോലത്തത് കേട്ടോ. കരിഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നട്ട്സുകളുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബദാം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കാഷ്യൂ നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മളെ നിലക്കടലുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു ചെറിയ പീസ് ബട്ടർ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ബട്ടർ കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ അതൊന്ന് ലൂസ് കൺസിസ്റ്റൻസിയിലായി വരും. അധികം അങ്ങ് ലൂസല്ല, എന്നാലും ഒരു തിക്കും അല്ലാത്ത ആ ഒരു ഇടയിലുള്ളൊരു കൺസിസ്റ്റൻസി ഉണ്ടാവുമല്ലോ, ഒന്ന് മെൽട്ടായി കിട്ടിയാൽ മതി. ആ രീതിക്ക് അതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കിതാ കസ്റ്റർഡിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ച ഈ ബ്രെഡ് പീസസിൻ്റെ മുകളിലോട്ട് കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് അതങ്ങ് കുതിരുന്ന രീതിയിൽ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. കോഫി പിന്നെ പഞ്ചസാര മെൽട്ടായി വരുമ്പോൾ കോഫി പൗഡറും മെൽട്ടാക്കുന്നില്ലേ,
ആ സമയത്ത് നട്ട്സ് ഇടാതെ തന്നെ അതിൻ്റെ ലിക്വിഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിനൊന്ന് കുതിർത്തിയെടുത്താൽ മതി കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. അങ്ങനെ 2 ഓപ്ഷനിലുണ്ട്. ഇനി അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഞാനിപ്പോൾ ചെയ്ത ഇതേ വഴി തന്നെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് കുതിർത്തിയതിന് ശേഷം രണ്ടാമത്തെ ലെയറായിട്ട് ബ്രെഡ് പീസസ് നേരത്തെ വെച്ച അതേ സൈസ് തന്നെ മുകളിലും വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മളെ ഈ കൊക്കോ പിന്നെ കസ്റ്റർഡ് മിക്സ് ഉണ്ടല്ലോ അത് ഒന്നുകൂടെ ഈ ബ്രെഡിൻ്റെ മുകളിലോട്ട് ഒഴിച്ചിട്ട് സൈഡ് വശത്തൊക്കെ ആവുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ നട്ട്സ് ഉണ്ടല്ലോ അത് കുറേശ്ശെ അവിടെ ഇവിടെ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് സെറ്റായതിന് ശേഷം വീണ്ടും നമുക്ക് ആ കൊക്കോ കസ്റ്റർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ അതിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി ഈ നട്ട്സുകളൊക്കെ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് ശേഷമാണ് ബാക്കി ഒഴിച്ചു കൊടുക്കുള്ളൂ. ആ ഒഴിച്ചു കൊടുത്തത് ഒന്ന് സെറ്റായി വരുമ്പോഴേക്ക് ഈ കസ്റ്റർഡ് കൊക്കോ മിക്സ് ഇല്ലേ അതില്ലേ ജസ്റ്റ് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇത് ടോപ്പ് ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുമ്പോൾ തന്നെ അതൊക്കെ കട്ടയൊക്കെ ഉടഞ്ഞു കിട്ടും. ഞാൻ പിന്നെ ലെയർ ചെയ്യുന്നതുകൊണ്ടാണ് ആദ്യം തന്നെ അടിച്ചെടുക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരട്ടെ. ഇത് കണ്ടോ, ഇതുപോലെ നല്ല സ്മൂത്തായിട്ടൊന്ന് അടിച്ചെടുക്കുക. നമ്മൾ ആ കൊക്കോ പൗഡർ ഇട്ട് കൊടുപ്പോൾ ഒന്ന് കട്ട കെട്ടിയതുപോലെ ഉണ്ടായിരുന്നല്ലോ ലെയർ ചെയ്യുമ്പോൾ. അത് ലെയർ ചെയ്യുമ്പോൾ പ്രശ്നമില്ല. പക്ഷേങ്കിൽ ടോപ്പ് ലെയർ ചെയ്യുമ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കിതാ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ ഒന്ന് സെറ്റായ സമയത്ത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. സെറ്റാവാതെ ഒഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി പോകും കേട്ടോ. അപ്പോൾ അത് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് സെറ്റാകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത്. എന്നിട്ട് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചൊന്നിങ്ങനെ പതുക്കെ അതിലുള്ള ബബിൾസൊക്കെ ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം. മുകളിലൊന്നും വെക്കണമെന്നില്ല, താഴത്തെ ഭാഗത്ത് വെച്ചാൽ മതി കേട്ടോ. ഫ്രീസറിൽ വെക്കണ്ട. കുറച്ച് സമയത്തിന് ശേഷം അതൊന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മുടെ ആ നട്ട്സിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഏറ്റവും ടോപ്പിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് സെറ്റായതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലത് കേട്ടോ. കാണാനുള്ളൊരു ഭംഗിയും കഴിക്കുമ്പോഴും നമുക്കത് ലെയറായിട്ട് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി മുഴുവനും ഞാൻ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ. മുഴുവൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു കൊള്ളിയോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണേ. അതെന്തിനാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ആ ഒരു മധുരമൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി വീണ്ടും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ സെറ്റായി വരുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റാണ്, വെറുതെ പറയല്ല. നമ്മൾ കസാട്ടയൊക്കെ കഴിക്കുന്നില്ലേ ആ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ന്യൂ ഇയറിന് ഈ സ്പെഷ്യൽ പുഡിങ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്, വെറുതെ പറയല്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടം. കസാട്ടയൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും കൂടെ ലിങ്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരണേ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നല്ല എന്താ പറയുക, വായിലിട്ടാൽ അലിഞ്ഞ് പോകുന്നതെന്ന് പറയുന്നില്ല, അത്രയും സോഫ്റ്റ് ആയിരുന്നു. ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ഇല്ലാതെ പെട്ടെന്നൊരു പുഡിങ് ഉണ്ടാക്കണമെന്ന് കരുതിയാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ്. പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു പുഡിങ്ങാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.